ഹായ് ഗായ്സ്, ഞാൻ നൂറാഷൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മൾ ഫ്രീസറിൽ എങ്ങനെയാണ് 30 ദിവസത്തേക്കുള്ള ഗ്രേവി റെഡിയാക്കി വെക്കുന്നതെന്നാണ് കേട്ടോ. ചിക്കനും മട്ടനും ബീഫിനും ഒക്കെയുള്ള ഗ്രേവി നമ്മൾ റെഡിയാക്കി വെക്കുന്നുണ്ട്. അതിനായിട്ട് ആദ്യം തന്നെ 5 കിലോ സവാള എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ 3 കിലോ ചെറിയുള്ളി എടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ഇവയൊക്കെ വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ എത്രത്തോളം നമുക്ക് ഗ്രേവി വേണോ അത്രത്തോളം നമുക്ക് സവാളയും ഉള്ളിയും തക്കാളിയൊക്കെ എടുക്കാം. ഞാനിവിടെ ഈ ഒരു അളവിലാണ് എടുത്തിരിക്കുന്നത്. സവാളയൊക്കെ ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, തലേന്ന് തന്നെ സ്ലൈസ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചെറിയുള്ളി മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതെല്ലാം കൂടി കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചിട്ടാണ് കേട്ടോ വഴറ്റിയെടുക്കുന്നത്. ആദ്യം തന്നെ നമ്മളെല്ലാം തന്നെ ഒന്ന് കുക്കറിലിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. 2-3 വിസിലിട്ടെടുക്കാം. അതിനായിട്ട് സവാളയും തക്കാളിയും ചെറിയുള്ളിയും കൂടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ വെളിച്ചെണ്ണയും, ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടാണ് നമ്മൾ 2-3 വിസിലടിപ്പിച്ചെടുക്കുന്നത് കേട്ടോ. ഞാൻ 2 കുക്കറിലായിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പും വെളിച്ചെണ്ണയും ഒഴിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടി കിട്ടും. അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുക്കറിൻ്റെ അടിയിലൊന്നും പിടിക്കാതെ കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഉപ്പും വെളിച്ചെണ്ണയും ഒഴിക്കാൻ പറയുന്നത്. അപ്പോൾ പിന്നീട് നമ്മൾ വഴറ്റുമ്പോൾ ഈ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 കുക്കറിലായിട്ട് ഞാൻ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. 2 കുക്കറിലായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം നമ്മളൊരു വലിയ പാനാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് അത് ചൂടായി കഴിയുമ്പോൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന സവാളയുടെയൊക്കെ മിക്സ് അതിലേക്കിട്ട് ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ 2 കുക്കറിലായിട്ടുള്ളത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 കുക്കറിലും കൂടി ഞാൻ ഒന്നുകൂടി വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് ഇതൊന്ന് വഴന്ന് കിട്ടട്ടെ. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ വെള്ളമൊക്കെ വറ്റിയിട്ട് വഴന്ന് കിട്ടണം. അതിന് കുറച്ച് ടൈം എടുക്കും കേട്ടോ. നമുക്ക് ഇത് അധികം ഉണ്ടല്ലോ, അപ്പോൾ കുറച്ച് ടൈം എടുക്കും. പക്ഷേ ഒരു ദിവസം നമ്മൾ ഇതുപോലെ കഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോമ്പിലേക്കുള്ള മുഴുവൻ ഗ്രേവിയും നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. നോമ്പിൽ ഭയങ്കര ചൂടാണല്ലേ, അപ്പോൾ നമ്മൾ കിച്ചണിൽ കിടന്ന് കഷ്ടപ്പെടാതെ നമുക്ക് പെട്ടെന്ന് തന്നെ കറിയൊക്കെ റെഡിയാക്കി എടുക്കാൻ സാധിക്കും കേട്ടോ. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ആവശ്യത്തിന് കറിവേപ്പിലയാണ് കേട്ടോ. ഇത് വീട്ടിൽ തന്നെ ഉണ്ടായ കറിവേപ്പില ആയതുകൊണ്ട് തന്നെ ഞാൻ അധികം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോഴും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് അത് പയ്യെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ചതച്ചിവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മല്ലിയിലയാണ് കേട്ടോ. മല്ലിയില കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ മിക്സ് കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരുവിധം ഒന്ന് വെന്തതിന് ശേഷമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതും കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാം കേട്ടോ. കുറച്ച് സമയം എടുക്കും ഈ വെള്ളമൊക്കെ വറ്റി കിട്ടാനായിട്ട്. ഞാൻ ചിക്കനും മട്ടനൊക്കെ ഗ്രേവി റെഡിയാക്കുമ്പോൾ സവാളയൊക്കെ നല്ലതുപോലെ വഴന്നതിന് ശേഷം മാത്രമേ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ലതുപോലെ വഴന്നതിന് ശേഷമേ ഞാനിത് ഓഫ് ചെയ്യുള്ളൂ. അപ്പോൾ കുറച്ച് സമയം എടുക്കും കേട്ടോ. ഈ ഒരു നമ്മൾ ഓഫ് ചെയ്യുന്ന ഒരു കൺസിസ്റ്റൻസി നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഏകദേശം വെള്ളമൊക്കെ വറ്റി ഒന്ന് നല്ലതുപോലെ വഴന്ന് കിട്ടിയിട്ടുണ്ടോ കേട്ടോ. ഇനി നമുക്ക് കുറച്ച് സമയം കൂടി ഒന്ന് വഴന്ന് കിട്ടണം, എന്നാലാണ് കറക്റ്റ് ആ ഒരു പാകത്തിൽ നമുക്ക് എത്തുള്ളൂ കേട്ടോ. അതുപോലെ ചിക്കനാണെങ്കിലും മട്ടനാണെങ്കിലും ബീഫാണെങ്കിലും നമുക്കിതുകൊണ്ട് വയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ബിരിയാണിക്കാണെങ്കിലും നമുക്ക് ഈ ഗ്രേവി എടുക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ബിരിയാണിക്കുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുത്താൽ മാത്രം മതി. എല്ലാത്തിനും നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുന്നുണ്ട്. ഇനി തണുത്തതിന് ശേഷം ഇതുപോലുള്ളൊരു സിബ്ലോ കവറുകളിലേക്കാണ് ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പോകുന്നത് കേട്ടോ. നമുക്ക് ഒരു ദിവസത്തേക്ക് ആവശ്യമുള്ളത് മാത്രം കവറിലേക്ക് ആക്കിയാൽ മതി. അതിനുശേഷം നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ്. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇതെടുത്ത് ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ കറി റെഡിയാക്കുന്നതിന് ഒരു 2 മണിക്കൂർ മുന്നേ പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറി റെഡിയാക്കുന്ന സമയമാകുമ്പോഴേക്കും ഇതിൻ്റെ ഐസൊക്കെ പോയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാം തന്നെ ഞാനിങ്ങനെ ഒരു സിബ്ലോ കവറിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. നിങ്ങളും ഇതുപോലെ തന്നെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് നോമ്പിനുള്ള ബുദ്ധിമുട്ട് ഒരുപാട് നമുക്ക് കുറഞ്ഞു കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഞാൻ ഇതുപോലെ റെഡിയാക്കി വെക്കാറുണ്ട്. അതുപോലെ തന്നെ സ്നാക്സ് ഐറ്റംസും ഒക്കെ നമ്മൾ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു സമയമാകുമ്പോഴത്തേക്കും കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കറിയൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. പക്ഷേ നമ്മൾ ഈ ഗ്രേവി റെഡിയാക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചധികം സമയം എടുക്കും. ആ ഒരു ദിവസം മാത്രം നമുക്ക് കഷ്ടപ്പെട്ടാൽ മാത്രം മതി. ഇപ്പോൾ ഞാനെല്ലാം തന്നെ സിബ്ലോ കവറിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ഫ്രീസറിൽ വേണം സൂക്ഷിക്കാനായിട്ട്. ഫ്രിഡ്ജിൽ ഒരിക്കലും സൂക്ഷിക്കാൻ പാടില്ല, ഫ്രീസറിൽ വേണം കേട്ടോ സൂക്ഷിക്കാനായിട്ട്. പിന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്താണ് മുളക് പൊടിയും മല്ലിപ്പൊടിയും മസാലകളൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. ഇപ്പോൾ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, ആ സമയത്താണ് ഞാൻ ഇട്ട് കൊടുക്കാറ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസും വീഡിയോസും ഒക്കെ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.